ഗൈസ്, വെൽക്കം ടു ഡ്രീം പെക്കോർ. അപ്പം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റിക്കർ ബാഗ് കാണിച്ചു തരാമെന്ന്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പം ഇതാണ് എൻ്റെ സ്റ്റിക്കർ ബാഗ്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇന്നലെ മേടിച്ചൊരു കവായ് സ്റ്റിക്കേഴ്സാണ്. അതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. നല്ല രസമായിട്ട്. പിന്നെ നെയിം സ്ലിപ്പിൻ്റെ കവർ ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് കട്ട് ചെയ്യാൻ എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പീസും ഉണ്ട്, അതിൻ്റെ ബാക്കി പീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പീസ് അതിലിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കർ ബോർഡാണിത്. രണ്ട് സൈഡും ഉണ്ടാവും. രണ്ട് സ്റ്റിക്കർ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിലതൊക്കെ ഇങ്ങനെ റൈറ്റിംഗ് പോലത്തെ നല്ല രസമുള്ളതൊക്കെ ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനത്തെ സംഭവമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ നിറയെ സാധനം ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി വയ്ക്കും. പിന്നെ ഇതാ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സാണത്. പിന്നെ സ്റ്റിക്കർ ടാറ്റു ആണത്. കയ്യിലൊട്ടിച്ച് വെള്ളം തേച്ചാൽ അത് കയ്യിലൊട്ടിപ്പിടിക്കും. എൻ്റെ ഉണ്ട്, എൻ്റെ ചേച്ചീൻ്റെ ഉണ്ട് കയ്യിൽ. ഇപ്പോൾ രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ടാറ്റു ബുക്കാണത്. പിന്നെ അതൊരു വൈറ്റ് പേപ്പറാണ്. ഇത് ഞാൻ സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫ്രണ്ട് ചോദിക്കും, ഇങ്ങനെ ഡ്രോയിങ് ഡേ ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും ഒട്ടിക്കുക നീ ഒന്ന് ഉണ്ടാക്കി തരുമോ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ കഴിഞ്ഞ വീട്ടിൽ ഞാട്ടുണ്ടായിരുന്നു കോഴിക്കുട്ടികൾ, 3 കോഴിക്കുട്ടികൾ, ഒരു പണ്ടക്കുട്ടൻ, പിന്നെ ഒരു ഹലോ കിറ്റി. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഹലോ കിറ്റി. പിന്നെ കുറച്ച് ഇമോജി സ്റ്റിക്കറാണിത്. പണ്ട് തൊട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് വരച്ചതാട്ടോ. ഞാൻ വരച്ച പോലെ വരച്ച് ചെയ്യാൻ നോക്കിയതാണ്, അവൾക്ക് കിട്ടിയില്ല. പിന്നെ ഒരു പേപ്പർ ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട് ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ്. ആൻറ്റിയൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരുമായിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് വരച്ചാണ്. പിന്നെ ഒരു ഫ്രീ പേപ്പറും ഉണ്ട്. പിന്നെ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഡെക്കോർ ചെയ്യായിരുന്നു. അപ്പോൾ ബാക്കി ഇത് വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ്. പിന്നെ റെയിൻബോൻ്റെ ഇതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 100 ലൈക്ക് തന്നാൽ ഞാൻ എൻ്റെ റൂം ഡെക്കോർ ഞാൻ കാണിച്ചു തരാം. പിന്നെ ടു ഡു ലിസ്റ്റ് പോലത്തെ ഒരു പേരിൻ്റെ, പിന്നെ കുറച്ച് ഇമോജി സ്റ്റിക്കറാണ്. പിന്നെ അത് ജേർണൽ സ്റ്റിക്കേഴ്സാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതന്നെ ഫസ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്തത്, അത് കാണിച്ചു തരാം. ഞാനൊരു ബുക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, ദെൻ തേർഡ് വൺ, ഫോർത്ത് വൺ. ഇതിൽ 4 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബാഗിൽ ടിഷ്യൂ വയ്ക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതാ ടേപ്പ് കൊണ്ട് നമുക്ക് വല്ലതും നടക്കുള്ളൂ. അതുകൊണ്ട് ടേപ്പ് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, വലിയ ടേപ്പ് ഇത് കയറില്ല. പിന്നെ ഇത്തിരി ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് ഉണ്ട്. 2 എണ്ണം ഞങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടിഷ്യൂ, പിന്നെ ബട്ടർഫ്ലൈൻ്റെ പേപ്പർ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഈസി ആയിരിക്കും. ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. ഇത് ഇതാണ് കിൻഡർ ജോയിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കേഴ്സാണിത്. ഇത് വീണ്ടും ഇമോജി സ്റ്റിക്കേഴ്സാണ് കേട്ടോ. നല്ല രസമൊക്കെ കാണാൻ. ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് കിട്ടിയാൽ എൻ്റെ റൂം ഡെക്കോർ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ കുറച്ച് സാധനം കൂടി ഓർഡർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ വേണമെങ്കിൽ എനിക്കൊരു 20 സബ്സ്ക്രൈബർ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ചെയ്യണ പോലത്തെ, പിന്നെ ടീസേഴ്സാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.